മലപ്പുറത്തേക്ക് ഒന്ന് പോകുന്നു. അവിടെ പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ സ്കൂട്ടർ ഇടിച്ച് വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ജ്വല്ലറി അടച്ച് മടങ്ങുകയായിരുന്ന കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയായിരുന്നു കവർച്ച. മലപ്പുറത്ത് നിന്ന് ചേരുന്നത് വിപിൻ സി വിജയനാണ്. വിപിൻ, എന്തായാലും ഒരു ഗുഡ് മോർണിംഗ്. ഇതെന്താ വെള്ളരിക്കാപ്പട്ടണമാണ്, ഇതെന്താ സംഭവിക്കുന്നത്? ജ്വല്ലറി ഉടമയെ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് എന്താ ഇത് സംഭവം? എങ്ങനെ സംഭവിച്ചു? വിവരങ്ങൾ. മോർണിംഗ് ക്രിസ്റ്റീന, ആഷ്മി ഈ പറഞ്ഞതുപോലെ തന്നെ പെരിന്തൽമണ്ണ ടൗണിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 8:30 കൂടി ഊട്ടി റോഡിലുള്ള MK ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പട്ടാമ്പി റോഡിലാണ് യൂസഫിന്റെയും ഷാനവാസിന്റെയും വീട്. അപ്പൊ ഈ ജ്വല്ലറി അടച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇങ്ങനെ മടങ്ങുമ്പോൾ ജൂബിലി ജംഗ്ഷൻ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ വെച്ച് പിന്നിൽ വന്നിട്ടുള്ള ഒരു മഹീന്ദ്ര കാർ സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു. ഈ സ്കൂട്ടറിനെ ഇടിച്ച ഉടനെ സ്കൂട്ടർ മറിഞ്ഞു. ഒപ്പം തന്നെ ഇതിന്റെ ഡിക്കിയിൽ ഉണ്ടായിരുന്ന 3.5 കിലോ സ്വർണവും എടുത്ത് ഈ കാർ പോവുകയായിരുന്നു. അപ്പോൾ ഈ കവർച്ച സംഘത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. യൂസഫിനും ഷാനവാസിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ സ്വർണം പൊട്ടിക്കൽ സംഘമാണോ ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം ഇതിനോടകം തന്നെ വിവരം കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം CCTV-കൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ നടന്നു വരികയാണ്. ഇന്നലെ രാത്രി 8:30 ശേഷമാണ് ഈ സംഭവം പെരിന്തൽമണ്ണ ടൗണിൽ തന്നെ നടന്നിരിക്കുന്നത്.